കഴിഞ്ഞ ദിവസം ലേണിംഗ് ഫെസ്റ്റിവലിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു സെഷൻ എടുത്തിരുന്നു, ഗ്രൂമിംഗ്. അപ്പോഴാണ് അച്ഛനമ്മമാരെന്നോട് ചോദിച്ചത്, എന്തിനാ ടീച്ചറെ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്? അതെ, പല അച്ഛനമ്മമാരുടെയും മക്കളുടെയും മനസ്സിലുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ മക്കളെ ഒരുക്കി വിടാൻ. എന്തുകൊണ്ടാണ് സ്കൂളുകൾ യൂണിഫോം നിർബന്ധമാക്കുന്നത്? എന്തുകൊണ്ടാണ് മുടി വൃത്തിയായി വെട്ടി വരണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ രണ്ടായി തലമുടി പിന്നിക്കെട്ടി വരാൻ പറയുന്നത്? ഞങ്ങളൊക്കെ അങ്ങനെ ശീലിച്ചവരാ. ഞങ്ങളുടെ സ്കൂളിൽ രണ്ടായിട്ട് മുടി കെട്ടി, അതിൽ റോസ് റിബൺ കെട്ടി മുകളിലോട്ടാക്കി മടക്കി കെട്ടി വെച്ചില്ല എങ്കിൽ വെളിയിൽ നിർത്തുമായിരുന്നു. അന്ന് തോന്നിയിരുന്നു, ഇതൊക്കെ എന്താ ഇങ്ങനെ? ഞാൻ നെടുങ്കുന്നം സെന്റ് തെരേസ്യാസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഇതെന്തിനാണെന്ന്. പക്ഷേ പിന്നീട് ഒരു ടീച്ചറായിട്ട് NSS വരുമ്പോഴും മറ്റ് സ്കൂളുകളിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴുമാണ് ഇതിനൊക്കെ ഇത്രയേറെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ പിന്നിലെ റീസൺ എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അവനവൻ്റെ ഡിസിപ്ലിൻ അവനവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും, അല്ലേ? നമുക്കൊന്ന് നോക്കാം. പണ്ടൊക്കെ നഖം വെട്ടാതെ വന്നാൽ, അതുപോലെ തന്നെ തലമുടി ചീകി പേനൊക്കെ കളയാതെ വന്നാലൊക്കെ പെൺപിള്ളേരെ ഒരുപാട് വഴക്ക് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. സിസ്റ്റർമാർ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും അത് ചെക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇന്ന് അതിനൊക്കെ നന്ദി പറയാനാണ് തോന്നാറുള്ളത്. എന്താണെന്നല്ലേ? സത്യത്തിൽ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാനല്ല ഇതൊന്നും. ഇതിൻ്റെ പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ലക്ഷ്യമുണ്ട്. ഞാൻ കൂടുതൽ പഠിച്ചു വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുക. സ്കൂളിൽ പഠിപ്പിക്കുന്നത് പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ മാത്രമല്ല. സ്കൂൾ പഠിപ്പിക്കുന്നത് ജീവിതം എങ്ങനെ ജീവിക്കണമെന്നാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പല കഴിവുകളും ഉണ്ടായിരിക്കും. പക്ഷേ കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് ശീലങ്ങൾ ഉണ്ടാവില്ല. ആ ശീലങ്ങൾ രൂപപ്പെടുത്തുന്ന ആദ്യത്തെ വലിയ സാമൂഹിക പരിശീലന കേന്ദ്രമാണ് സ്കൂള്. നമുക്ക് യൂണിഫോമിൽ നിന്ന് തുടങ്ങാം. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെന്ന് കരുതും. ഒരാളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരൻ, ഒരാളുടെ അച്ഛൻ കൂലിപ്പണിക്കാരൻ. ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. കുട്ടികൾ കൂട്ടുകാരെ നോക്കുന്നതും അവരുടെ സെറ്റപ്പൊക്കെ നോക്കിയിട്ടാ. ഇന്നത്തെ കാലത്ത് പറയുകയും വേണ്ട. ഓരോരുത്തരും വ്യത്യസ്തമായ വസ്ത്രങ്ങളിൽ വന്നാൽ അവർ പരസ്പരം താരതമ്യം ചെയ്യാൻ തുടങ്ങും. ആർക്കാണ് വില കൂടിയ ഡ്രസ്സ്, ആരാണ് ബ്രാൻഡഡ് ഷൂ ധരിച്ചത്? പക്ഷേ യൂണിഫോം വന്നാലോ, അവിടെ ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും തുല്യരാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യങ്ങളിൽ ഒന്നായ സമത്വമാണ് കുട്ടികൾ അവിടെ പഠിക്കുന്നത്. അവർ പോലും അറിയാതെ പഠിക്കുകയാണ്. ഇനി മുടിയുടെ കാര്യം നോക്കാം. എന്തുകൊണ്ട് മുടി വൃത്തിയായി വെട്ടണം? കാരണം ഗ്രൂമിംഗ് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല, അത് സ്വയം ബഹുമാനിക്കുന്നതിൻ്റെ അടയാളമാണ്. സ്വന്തം ശരീരത്തെ പരിപാലിക്കാൻ പഠിക്കുന്ന കുട്ടി പിന്നീട് തൻ്റെ ജോലിയിലും ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും ഉത്തരവാദിത്തങ്ങൾ പരിപാലിക്കുന്നതിലും ശ്രദ്ധ കാണിക്കും. ചെറിയ കാര്യങ്ങളിലെ ശ്രദ്ധ വലിയ കാര്യങ്ങളിലേക്ക് വ്യാപിക്കുകയും കുട്ടിക്ക് ഏറ്റവും നല്ല മനുഷ്യനായി ഇവിടെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. വൃത്തിയായി കുളിച്ചു വരണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ശുചിത്വം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം കൂടി സംഭവിക്കുന്നു. കുട്ടി ഒരു ദിനചര്യ പഠിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുക, ടോയ്ലറ്റിൽ പോവുക, പല്ല് തേക്കുക, സമയത്ത് തന്നെ സ്വയം തയ്യാറാകാൻ വേണ്ടി കുളിച്ച് റെഡിയായിട്ട് നിൽക്കുക. ഇതെല്ലാം ഭാവിയിലെ വിജയത്തിൻ്റെ അടിസ്ഥാന കഴിവുകളാണ്. ലോകത്തിലെ മിക്ക വിജയികളുടെയും ജീവിതം നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. അവർക്ക് കൃത്യമായ ചിട്ടപ്പെടുത്തിയ ദിനചര്യയുണ്ട്. അവർക്ക് സ്വയം നിയന്ത്രണമുണ്ട്. അവർക്ക് സമയബോധമുണ്ട്. അവർക്ക് ഉള്ള കഴിവുകളെല്ലാം
അവർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോ ബേബി സ്റ്റെപ്പാണ് ഓരോ ദിവസവും വയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല. എല്ലാ കഴിവുകളും വികസിച്ചു വരുന്നതും പെട്ടെന്നല്ല, അതിന് സമയമെടുക്കും. സ്കൂൾ കാലഘട്ടത്തിൽ രൂപപ്പെടുന്ന ഡിസിപ്ലിനെ കുറിച്ച് പലരും തെറ്റിദ്ധാരണയോടെ പറയും. ഡിസിപ്ലിൻ ശിക്ഷയല്ല, ഡിസിപ്ലിൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ഒരു സംഗീതജ്ഞൻ എല്ലാ ദിവസവും സാധകം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരു വേദിയിൽ കയറി സ്വതന്ത്രമായി സംഗീതം അവതരിപ്പിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കാർക്കും അതിൽ സംശയമില്ലല്ലോ. ഒരു കായിക താരം കർശനമായ പരിശീലനം നിരന്തരം പിന്തുടരുന്നത് കൊണ്ടാണ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. അതുപോലെ കുട്ടികളും ചെറിയ ചെറിയ നിയമങ്ങൾ പാലിക്കാൻ പഠിക്കുമ്പോൾ പിന്നീട് വലിയ ഉത്തരവാദിത്തങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുവാൻ അവർക്ക് സാധിക്കണം. ഇപ്പോൾ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിച്ചേക്കാം, ഈ ശീലങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ കുട്ടി ബുദ്ധിമാനാണ്, അവന് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനറിയാം. ആലോചിച്ചോളൂ, സമയനിഷ്ഠയില്ലെങ്കിൽ ചിലപ്പോൾ പല അവസരങ്ങളും നഷ്ടപ്പെട്ടേക്കാം. കഴിവുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ സ്വയം ക്രമീകരിക്കാൻ അറിയില്ലെങ്കിൽ ടീം വർക്ക് ആ കുട്ടിയെ കൊണ്ട് നടക്കില്ല. ടീമുകളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അറിവുണ്ടായാൽ മാത്രം പോരാ, ഉത്തരവാദിത്തബോധം മാത്രം ഉണ്ടായാൽ പോരാ, കൃത്യമായി ശീലങ്ങൾ പാലിച്ചിരിക്കണം. എന്തിനാ പട്ടാളക്കാരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യിപ്പിക്കുന്നത്? യുദ്ധം വരുന്ന സമയത്ത് ഞാൻ പോയി യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പട്ടാളക്കാരനാകാൻ സമ്മതിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ പറയുന്നത് തന്നെ പട്ടാള ചിട്ടയെന്നാണ്. പട്ടാള ചിട്ടയൊന്നും ഇല്ലെങ്കിലും സാമാന്യമായിട്ട് ഒരു ഗ്രൂമിങ് അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ദിവസങ്ങളിൽ എറ്റ്യൂഡിൽ ഗ്രൂമിങ് കുട്ടികൾക്ക് എന്താണെന്ന് പരിശീലിപ്പിച്ചതും പറഞ്ഞു കൊടുത്തതും. സ്കൂൾ പഠിപ്പിക്കുന്ന ഗ്രൂമിങ് എന്നത് മുടി വെട്ടുന്നതോ യൂണിഫോം ധരിക്കുന്നതോ മാത്രമല്ല, അത് ഒരു ജീവിതശൈലി പരിശീലനമാണ്. ഒരു ദിവസം ഈ കുട്ടികൾ ഡോക്ടർമാരാകും, എൻജിനീയർമാരാകും, വലിയ സംരംഭകരാകും, അധ്യാപകരാകും, ബിസിനസ്സുകാരാകും, ഭരണാധികാരികളാകും. ഇവരേത് മേഖലയിൽ പോയാലും ഒരു കാര്യം അത്യാവശ്യമാണ്, സ്വയം നിയന്ത്രണം. കാരണം ചുറ്റുമുള്ള സമൂഹം പലതും പറയും, പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവർക്കവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വയം അറിഞ്ഞ് സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ IAS-നും മറ്റും അതുപോലുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. പുസ്തകങ്ങളിൽ നിന്ന് ഇതൊന്നും പഠിക്കാൻ കഴിയില്ല, ദൈനംദിന ശീലത്തിലൂടെയാണിത് വളരുന്നത്. അതിനാൽ അച്ഛനമ്മമാരെ, യൂണിഫോം എന്നുള്ളത് വെറും ഒരു തുണിക്കഷ്ണമല്ല, അത് സമത്വത്തിൻ്റെ പാഠമാണ്. ഗ്രൂമിങ് സൗന്ദര്യത്തിന് വേണ്ടിയല്ല, അത് സ്വയം ബഹുമാനത്തിൻ്റെ പാഠമാണ്. സ്വയം ബഹുമാനിക്കുന്ന വ്യക്തിക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളിലെയും ആ ജീവചൈതന്യത്തെ ബഹുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇതൊരു ഉത്തരവാദിത്വത്തിൻ്റെ പാഠമാണ്. സ്വന്തം ജീവിത വിജയത്തിൻ്റെ അടിത്തറയാണ് ഡിസിപ്ലിൻ. ഇന്ന് കുട്ടി ഷൂ പോളിഷ് ചെയ്യാൻ പഠിക്കുമ്പോൾ നാളെ സ്വന്തം ജീവിതത്തിലും പല ഉത്തരവാദിത്തങ്ങളും പോളിഷ് ചെയ്ത് പ്രകടിപ്പിക്കുവാനായിട്ട് കുട്ടി പഠിക്കുകയാണ്. ഇന്ന് കുട്ടി യൂണിഫോം ശരിയായി ധരിക്കാൻ പഠിക്കുമ്പോൾ നാളെ തൻ്റെ ജോലിയെയും വാക്കിനെയും ബഹുമാനിക്കുവാൻ കുട്ടി പഠിക്കുന്നു. ഒരു വ്യക്തിയുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും ഒരേ അലൈൻമെൻറ്റിൽ വന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് വിജയിക്കാനാവൂ. ബാക്കി എന്തെല്ലാം കഴിവുകൾ ഉണ്ടെങ്കിലും ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റാക്കിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പല കാര്യങ്ങൾക്കും നമ്മൾ എതിർത്ത് പറയുമ്പോൾ ഓർമ്മിക്കുക, ശീലങ്ങൾ എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്, സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും കോളേജ് വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഇതൊക്കെ അത്യാവശ്യമാണ്. ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ടീച്ചർ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ തലമുറകളുടെ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു.
കാലത്തിനൊത്തു തന്നെ കുഞ്ഞുങ്ങൾ ജീവിക്കണം, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അനുഭവ പാഠങ്ങളിലൂടെ മുതിർന്നവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് എനിക്ക് കൊള്ളാവുന്നതുണ്ടോ എന്ന് ഒന്ന് കാതോർക്കാനും മടിക്കേണ്ട. കാരണം പലപ്പോഴും ജീവിതത്തിലെ വലിയ വലിയ വിജയങ്ങൾ രൂപപ്പെടുന്നത് ഇത്തരം ചെറിയ ശീലങ്ങളിൽ നിന്നാണ്. അതുമല്ല, ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആരെങ്കിലും മുതിർന്നവർ പറഞ്ഞാൽ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു കാമ്പുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. മാത്രമല്ല, നമ്മൾ ഏത് കാര്യങ്ങളെ കാണുമ്പോഴും അതിനെ വിമർശന ബുദ്ധിയോടെ നോക്കുന്നതിനോടൊപ്പം തന്നെ മറുവശം കൂടെ ഒന്ന് നോക്കുക. ഒരേ കാര്യം കാണുമ്പോൾ 2 കണ്ണുകളിൽ നോക്കാൻ പഠിക്കുക. നിങ്ങൾ വിമർശന ബുദ്ധിയോടെ നോക്കുന്ന ഒരു സ്വഭാവമുള്ളയാളാണ് എങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കാൻ പഠിക്കുക. പോസിറ്റീവ് സൈഡിൽ നോക്കുന്നയാളാണ് എങ്കിൽ അതിന് നെഗറ്റീവ് സൈഡ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് തമ്മിൽ തുലനം ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നിങ്ങൾ സ്വയം മാറാൻ തയ്യാറാകുന്നത്. എന്താണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ ജീവിതം അതൊന്നേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വന്നിട്ട് നന്നായി ജീവിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാതാപിതാക്കൾ തയ്യാറാകുമ്പോൾ ഒപ്പം മക്കളും തയ്യാറായി വളരാനുള്ള അവസരങ്ങളാണ്. ഉപയോഗിക്കുക അവസരങ്ങൾ. ഇത് മാത്രമേ ടീച്ചർക്ക് പറയാനുള്ളൂ കുട്ടികളോടും മാതാപിതാക്കളോടും. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.